ഇന്ത്യക്കൊപ്പമാകുമോ എന്നാണ് ചോദ്യം. സുജയ, ഇന്ത്യക്ക് ഒപ്പമായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒപ്പമാണ്. ഇനിയിപ്പോൾ കൂടുതൽ അടുത്ത് നിൽക്കാൻ പോകുന്നു കൂടുതൽ ലോകരാജ്യങ്ങൾ എന്നതാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാട്ടിത്തന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് മിലിറ്ററി എൻഗേജ്മെന്റ് ആണ്. വെറും 4 ദിവസം മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ നീണ്ടുനിന്നത്. 7-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. അതും പാകിസ്ഥാന്റെ റിക്വസ്റ്റ് സീസ് ഫയർ വേണം എന്നുള്ള പാകിസ്ഥാന്റെ റിക്വസ്റ്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതായത് പാകിസ്ഥാൻ ഇനിയും താങ്ങാൻ വയ്യ ഇന്ത്യയുടെ അടി എന്ന് പറഞ്ഞ് കെഞ്ചി പറയുകയാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അടക്കം ആരും അതിൽ മധ്യസ്ഥത വഹിക്കാൻ വന്നിട്ടില്ല എന്ന് വിക്രം മിശ്രി ഇന്ന് പാർലമെന്ററി കമ്മിറ്റിയെ തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യൽ ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട മറ്റ് 2 കാര്യങ്ങളുണ്ടല്ലോ. റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയത് 2022 ഫെബ്രുവരി 24-ാം തീയതിയാണ്. അതുപോലെ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് 2023 ഒക്ടോബർ 7-നാണ്. ഇത്രയും കാലമായി വർഷങ്ങളായി തുടരുകയാണ് ഈ സംഘർഷങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ. അപ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതെ ഇന്ത്യ ഒരു പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ ഇങ്ങനെയും സാധിക്കും എന്നൊരു മാതൃകയാണ് ഈ പുതിയ കാലത്ത് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു റോൾ മോഡൽ ആകാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തീവ്രവാദ രാഷ്ട്രം തീവ്രവാദികളെ നിങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാനായി പരിശീലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു പുതിയ ടെംപ്ലേറ്റായി ലോകം മുഴുവൻ അവതരിപ്പിക്കാനായിട്ടായിരിക്കും ഈ ഡെലിഗേഷനിലൂടെ ഇന്ത്യ ശ്രമിക്കുക. അതിനായി സർക്കാരിന്റെ ഒരു ടീമിനെ വേണമെങ്കിൽ അയക്കാം. ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മളെ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, കോപ്പി പേസ്റ്റ് ഡിപ്ലോമസി കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ തന്നെ ഭാഗമായ ആളുകളെ സർദാരിയോട് അടക്കം പറയുന്നത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡെലിഗേഷൻ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കൃത്യമായി എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ കഴിയുന്ന, ഓരോ രാജ്യങ്ങളിലും നല്ല ബന്ധങ്ങളുള്ള ആളുകളെ നോക്കിയെടുത്തുകൊണ്ടാണ് ഈ ടീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല ഇന്ത്യ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ആ സ്ട്രൈക്ക് എന്താണ് എന്നുള്ളത് സ്വന്തം രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ അത് കൃത്യമായി പറയുകയാണ്. അത് ലോകത്തിന് മുന്നിൽ വിസിബിൾ ആകുന്ന രീതിയിൽ അത് എല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ലോഞ്ച്ഡ് മിസൈൽ സ്ട്രൈക്ക്, ഡ്രോൺ സ്ട്രൈക്ക് അതെങ്ങനെയാണ് 7-ാം തീയതി അച്ചീവ് ചെയ്യുന്നത്? അത് 30 മിനിറ്റിനകം, 30 മിനിറ്റ് എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ, 1:05 മുതൽ 1:30 വരെയാണ്, 25 മിനിറ്റാണ് സമയമെടുത്തിരിക്കുന്നത്. അപ്പോൾ പാക് അധീന കശ്മീരിലെ മുസഫറാബാദ് മുതൽ പാക് പഞ്ചാബിലെ ബഹാവൽപൂർ വരെ അത്രയും ഒരു സ്ട്രെച്ചിൽ 30 മിനിറ്റിനകം ആക്രമണം നടത്തി ഭീകര കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങൾ ഒരേ സമയം തകർക്കാൻ കഴിയും എന്നത് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവെയർ ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യയാണ്. കാരണം സൗദി അറേബ്യയിലേക്ക് 2 രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്കായി പ്രധാനമന്ത്രി പോയപ്പോഴാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-ന്. ആ കൂടിക്കാഴ്ചകൾ പിറ്റേ ദിവസം 23-ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന മീറ്റിംഗ്സ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് റിയാദിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ സൗദിക്ക് എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇന്ത്യക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്നതും സൗദി അറേബ്യയാണ്. UAEയും സൗദിയും ഒന്നും പാകിസ്ഥാനെ ഫേവർ ചെയ്തുകൊണ്ട് നോട്ട് ഈവൻ എ സെന്റൻസ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരാൾ പോലും പറയുന്നില്ല എന്നത് മാറുന്ന നയതന്ത്രത്തിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷന്റെ ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ UAEക്കായാലും സൗദിക്കായാലും മറ്റ് GCC രാജ്യങ്ങൾക്കായാലും അവർക്കെല്ലാവർക്കും നന്നായി അറിയാം. അപ്പോൾ ഈ ഈജിപ്തിനെ കൺവിൻസ് ചെയ്യുക എന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത പൊസിഷൻ അത് ഈജിപ്തിനെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ബ്രേക്കപ്പിലേക്കൊന്നും ഈ 2 രാജ്യങ്ങളും പോയിട്ടില്ല. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നല്ല ബന്ധമാണ് നിലവിലുള്ളത്. പിന്നെ ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് കൺട്രീസ് അതെല്ലാം ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഇന്ത്യയോട് എടുക്കുന്നത്. ആ ടൈസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ചും എത്യോപ്യ, സുഡാൻ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയവയെല്ലാം നല്ല രീതിയിലുള്ള ബന്ധമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതെല്ലാം നമ്മുടെ ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ ഹോൾ ഹാർട്ടഡ്ലി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവരെയും കൺവിൻസ് ചെയ്യുക ഈ ഡെലിഗേഷന് ഈസി ആയിരിക്കും. റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടാക്ടിക്കൽ ആലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റഷ്യ ഈ പോരാട്ടത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ G20 രാജ്യങ്ങൾ കൃത്യമായി ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ അറ്റാഷേമാർ 70 രാജ്യങ്ങളുടെ അറ്റാഷേമാർ ഇതിനകം തന്നെ ഇന്ത്യ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ ഡെലിഗേഷന് പോയി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഈസ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ചൈനയുടെ കാര്യത്തിൽ ഞാൻ ഉണ്ണിസാർ പറഞ്ഞതിനോട് അത്രയും യോജിക്കുന്നില്ല. കാരണം ഡോക്ടർ അരുണും പറഞ്ഞതിനോട്, കാരണം ചൈനയ്ക്ക് അത്രയും ഒരു പവറോടുകൂടി ഇന്ത്യക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. പ്രത്യേകിച്ചും HQ-9 അടക്കം പരാജയപ്പെട്ടതോടെ ചൈനയുടെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കി എന്നതൊക്കെ വന്നതോടുകൂടി ചൈനീസ് വിപണിയിൽ തന്നെ അതിൻ്റെ പ്രതിഫലനം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന ശരിക്കും ഒരു ഡിഫെൻസീവിൽ നിൽക്കുകയാണ്. ചൈനയുടെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ അധികം കാണുന്നില്ല. പക്ഷേ ചൈനയെ വിശ്വസിക്കാൻ
കഴിയാത്ത ഒരു പങ്കാളിയാണ്, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പങ്കാളിയാണ്. അതുകൊണ്ട് ചൈനയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയും വേണ്ടതാണ്. പക്ഷേ ചൈന പൂർണ്ണമായും ഇന്ത്യക്കെതിരായ ഒരു നിലപാടിലേക്ക് പൊടുന്നനെ ചാടി പുറപ്പെട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത നിലവിൽ കുറവാണെന്ന് വേണം കരുതാൻ. അരുണാചൽ പ്രദേശിൽ പെട്ടെന്ന് മിലിറ്ററി ആക്ഷൻ പെട്ടെന്ന് നീക്കം നടത്തി. അവിടുത്തെ പേരുമാറ്റമാണ്, സ്ഥലങ്ങൾ പേരുമാറ്റമാണ്. പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു പൊടുന്നനെ ഒരു ആക്ഷനിലേക്കൊന്നും ചൈന പോകില്ല. ചൈന ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ് ഇപ്പോഴെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം നമ്മൾ എടുത്ത ആ ഒരു ടൈം കൂടി നോക്കണം. 14 ദിവസം 2 വീക്സ് ഇതിന് ശേഷമാണ് നമ്മൾ കൃത്യമായി ഒരു അറ്റാക്കിലേക്ക് April 22 to May 7 14 ദിവസമുണ്ട് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ബാക്കപ്പ് പ്ലാൻ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ്, അതായത് എല്ലാ രാജ്യങ്ങളെയും കൃത്യമായി കാര്യങ്ങൾ ബോധവൽക്കരിച്ചതിന് ശേഷം ആ ഒരു ബാക്കപ്പ് പ്ലാനിലൂടെയാണ് ഇന്ത്യ ആക്ട് ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 9 സ്ഥലങ്ങളിലെ പ്രിസിഷൻ സ്ട്രൈക്ക് അടക്കം പാകിസ്ഥാൻ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തുന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഈ ഭീകരർക്ക് വേണ്ടി തിരിച്ചടിക്കാൻ വരുമ്പോൾ അതിനും മറുപടി കൊടുക്കുകയാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, 50ഓളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അതിൽ തുർക്കിയും അസർബൈജാനും മാത്രമാണ് ഓപ്പണായി പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് സഹായം നൽകിക്കൊണ്ട് ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ മതത്തെ എന്തിനാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്? തീവ്രവാദ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മതത്തെ ഒരു മുഖമുദ്രയാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഈ മുരുട്കയിലെ കേന്ദ്രം തകർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുനർനിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവകാശപ്പെട്ട് ചെയ്യാൻ പോകുന്നത് മസ്ജിദ് പുനർനിർമ്മാണമാണ്. പക്ഷേ അത് തീവ്രവാദ ശൃംഖലയാണ് എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ത്യ റിയൽ ടൈം ഫുട്ടേജ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ ആ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ അതിലെ പ്രിസിഷൻ എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ലോകത്തിന് മുന്നിൽ കൃത്യമായി അത് ഷോക്കേസ് ചെയ്തുകൊണ്ടുള്ള പ്രസന്റേഷൻ ആയിരിക്കും ഇന്ത്യ നടത്താൻ പോവുക. സൗദി UAE ഒക്കെ കൂടുതൽ അടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓൾ പാർട്ടി ഡെലിഗേഷൻ അവർ പോയി പങ്കുവയ്ക്കാൻ പോകുന്ന മെസ്സേജ് സീറോ ടോളറൻസ് എന്നുള്ളതാണ്. ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് ആണ് ഇന്ത്യയുടെ നയം. അത് ഒരു രാജ്യം മുഴുവനായി ഒറ്റ മിഷനായി ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കാൻ പോകുന്നു, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോകുന്നത് മാത്രമല്ല 7 ടീമിലും ഒരു മുസ്ലിം റെപ്രസെന്റേറ്റീവിനെ വെച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കണം. ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ഈ 7 ടീമിലും മുസ്ലിം ആയിട്ടുള്ള ആളുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ടീമാണ് പോകുന്നത് സൗദി, കുവൈറ്റ്, ബഹ്റിൻ, അൾജീരിയ. അതിൽ വൈജയൻ പാണ്ഡെയുടെ ടീമിലാണ് അസദുദ്ദീൻ ഒവൈസി ഉള്ളത്. അപ്പോൾ ഒവൈസിയെ ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലയിലേക്കാണ് ഒവൈസിയെ വിടുന്നത്. സൗദി, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക് ആ ടീമിലേക്ക് പോകുമ്പോഴേക്കും അവിടെ MJ അക്ബർ അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെ കൃത്യമായി ഓരോന്നിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടില്ല. ഇന്തോനേഷ്യ, മലേഷ്യ ആ ടീമിലേക്ക് പോകുന്നതിൽ നിന്നാണ് ഇപ്പോൾ യൂസഫ് പഠാൻ ബാക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ യൂസഫ് പഠാൻ ഒഴികെ ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. അതാണ് ഈ ടീമിൽ നമ്മൾ കാണേണ്ട കാര്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മോശം പ്രതിച്ഛായ മറികടക്കാൻ പാകിസ്ഥാൻ എത്ര ശ്രമിച്ചാലും പാകിസ്ഥാന്റേത് മോശം പ്രതിച്ഛായയാണെന്ന് സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയും. Meet the editors.